ഇന്നു മുതൽ ഇവൾ എൻ്റെ പെണ്ണാണ്. So, shall we move? Yeah. Can I please request prominent director Girish Kasaravalli to kindly come up on stage to hand over the next award for Best Actor. Saima Best Actor Award goes to Jay. Jay, congratulations on the award. Can you please know what you're feeling right now? നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? അഭിനയം ഒരു മോഹവും സിനിമ ഒരു സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിനുവേണ്ട പരിശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ 2 കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലാണ് ഞാനെന്ന നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. മോർണിംഗ് എനിക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടിക്കറ്റ് വേണം. അവിടുന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എത്തിയിട്ട് നിന്നെ വിളിക്കാം. സർ, റാഫിയും ഡിംപിളും ഒക്കെ ഇന്നലെ തന്നെ ഹൈദരാബാദിലേക്ക് കോസ്റ്റ്യൂമായിട്ട് തിരിച്ചു. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് ഈ ഷൂട്ട് ഒരാഴ്ചത്തേക്ക് പുഷ് ചെയ്യും. ഓക്കെ സർ, ഐ ആം സ്റ്റാർട്ടിംഗ് റൈറ്റ് നൗ. നശിപ്പിച്ച് ഷഹൻഷാ ജയ, ഇതെങ്ങോട്ട്? ഒരു നല്ല കാര്യത്തിന് കാല് കൊടുക്കുമ്പോൾ അറപ്പിക്കരുത്. ഇവിടെ നിന്ന് കടൽ കടക്കണമെങ്കിൽ ദേ ഇങ്ങനൊരു സാധനം വേണം, വിസ. ഗണപതി കൈനീട്ടം, കാല് പിടി. കോട്ടിട്ട് പോയി. ആ കോസ്റ്റ്യൂമർ പാട്ടെടുക്കാനുള്ള കോട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഇത് ഞാൻ ഫ്രെയിം വെക്കേണ്ടതാ. അളിയൻ്റെ കോട്ടിട്ടുള്ള എൻട്രി. ആട്ടെ, ഈ കൂളിംഗ് ഗ്ലാസ് എവിടെ നിന്ന് ഒപ്പിച്ചു? ഭീമാപ്പള്ളിയിൽ നേർച്ചയിടാൻ പോയപ്പോൾ അവിടെ സംഘടിപ്പിച്ച സ്റ്റൈലല്ലേ? പിന്നെ സത്യം പറയട്ടെ, ഈ കോട്ടും ഈ ഗ്ലാസും അതർഹിക്കുന്നില്ല. എന്തായാലും ഇത് പിടി, 7 കടലും പറന്നു വാ. വാടേ. വെൽക്കം ടു ലിസ്ബൺ. മൈസെൽഫ് മിസ്റ്റർ ജോസഫ് സിൽവ. നിങ്ങൾക്ക് എന്നെ അങ്കിൾ ജോസഫ് എന്ന് വിളിക്കാം. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം. സംശയം വേണ്ട, നിങ്ങൾ വന്ന കേരളം തന്നെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ സുന്ദരമാണെങ്കിൽ
അതിന്റെ കാരണം ഇവിടെ വരുന്ന ആളുകൾ പാലിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും തന്നെയാണ്. എന്ത് ചെയ്യണമെങ്കിലും അതിന് അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. പ്രൂഫ് ഫോർ എന്തരങ്ങുന്നു ഓത്തോക്കാരൻ. എന്ന് വെച്ചാ ഓ സോറി, ബസ് കയറും. തണുത്ത് വയ്യ. ഇനി ഇവിടെയാണ് കളി. വരൂ. താമസം ഇവിടെയാ. ഡേവിഡ് സാറ് വൈകിട്ടേ വരൂ. താര മാഡത്തിനെ പിക്ക് ചെയ്തോണ്ട്. പിന്നെ ഒരു ഉപകാരം ചെയ്യണം. ഇറങ്ങുന്നവര് ദാ അതിൽ നിന്ന് ഓരോ പൊതി എടുത്തോളണം. ഇവിടെ ഉള്ളവരുണ്ടാക്കിയ ഇന്ത്യൻ ഫുഡാണ്. അപ്പൊ ഈ പെട്ടി എടുക്കാനൊക്കെ മോനെ, ഇത് യൂറോപ്പാണ്. അവനവൻ തന്നെ അവനവന്റെ കാര്യം നോക്കണം. താമസവും ഭക്ഷണവും ഒക്കെ ഒരുമാതിരി ചീപ്പ് ഏർപ്പാടാണല്ലോ ജോസഫേ. സാറിനും വിശ്വം സാറിനും ദാ കാണുന്ന പുതിയ ബ്ലോക്കിലെ പാർപ്പ്. താര മാഡത്തിനും അവിടെ തന്നെ. നിങ്ങളുടെ ലഗേജ് അവിടെ എത്തിക്കോളൂ. അപ്പൊ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി ഇവരെന്താണ് മാടും മാനും ഒക്കെയാണോ ഈ തൊഴുത്തി കൊണ്ട കെട്ടാൻ? കാഴ്ചക്കേ ഉള്ളൂ പഴക്കം. ഇത് ഹെറിറ്റേജാ സാറേ. പഴക്കം കൂടുന്തോറും വിലയും കൂടും. ഇവരെവിടെയോ അവിടെ ഞാൻ താമസിക്കൂ. നിർമ്മാതാവിനോട് പറ നായികയുടെ അച്ഛന്റെ കാര്യം നന്നായിട്ട് നോക്കണം. ചേടാ, നിങ്ങളില്ലാതെ എനിക്ക് എന്ത് കമ്പനി? വിശ്വടൻ തൽക്കാലം അങ്ങോട്ട് ചെല്ല്, നമുക്ക് വൈകുന്നേരം കാണാം. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാലത്തെന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല. അയ്യോ ഞങ്ങൾക്കുണ്ട്. സിധു, നീ വിശ്വനെ കൊണ്ട് സെറ്റിൽ ആക്ക്. എന്റെ പെട്ടിയോടെ Excuse me, sir. Sir, आपका ID? Thank you. Your Hindi is pretty good. Punjabi dad and Portuguese mom. Grew up in Bollywood and Peshawar. Dad has shown me all 14 of your Hindi films. Lisbon में पहले बार है क्या? No, I've been here before. Once. If you don't mind me asking, why are you here in this hotel? The Four Seasons is just half an hour away. Have you heard of one Mr. David Eapen, an Indian businessman? He used to own this property. Pata karenge, sir. The Indian community in Lisbon is not too big. Finding him shouldn't be a problem. Thank you.